നിക്ക് പോലെ ആർക്കും വേണമെങ്കിലും ടെറേറിയം ഉണ്ടാക്കാവുന്ന ഒരു കോൺസെപ്റ്റിൽ ഒരു ടൈറ്റിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ ടെറേറിയം കിറ്റ് വാങ്ങിച്ച് ടെറേറിയം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല സക്സസ് ആണ്. എല്ലാവരും ടെറേറിയം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഫോളോ അപ്പ് എടുക്കുന്നുണ്ട്. നല്ല സക്സസ് ആണ് ടെറേറിയം കേട്ടോ. പിന്നെ ടെറേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറേ സാധനങ്ങൾ ഒരു ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ആവുന്ന എന്നൊരു ധാരണ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ. കാരണം എങ്ങനെയെങ്കിലും ടെറേറിയം കിറ്റ് കൊടുക്കാം, എങ്ങനെയെങ്കിലും ടെറേറിയം ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ടെറേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെറേറിയം എപ്പോഴും ക്ലോസ്ഡ് ടെറേറിയം കേട്ടോ. ക്ലോസ്ഡ് ടെറേറിയം എന്ന് പറഞ്ഞാൽ എയർ പാസ് ഇല്ലാതെ വൺസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് എല്ലാ ലെയറുകളും കറക്റ്റായി ചെയ്ത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് വെള്ളമൊക്കെ കൊടുത്ത് കുറച്ച് ഒബ്സർവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഇത് സീൽ ചെയ്യണം കേട്ടോ. എയർ പാസ് ഇല്ലാതെ സീൽ ചെയ്തിട്ട് ആണ് നമ്മൾ ലിഡ് വെക്കുന്നത്. വൺസ് നമ്മൾ ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എയർ പാസും സംഭവങ്ങളും ഇല്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ടെററിയത്തിലുള്ള പ്ലാന്റ്സ് എല്ലാം നല്ല അടിപൊളി നല്ല ലഷ് ഗ്രീൻ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഒരു വാട്ടം ഒന്നും സംഭവം എവിടെ ഇല്ല. അപ്പോൾ നമ്മളെ കിറ്റ് വാങ്ങിച്ച് ടെററിയം ചെയ്യുന്ന ആൾക്കാർക്കും ഇതുപോലെ ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള സക്സസ്ഫുൾ ടെററിയം എത്ര കാലം വേണമെങ്കിലും കീപ്പ് ചെയ്യാവുന്ന, നമ്മളെപ്പോഴും റീച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ഒന്നുമില്ല ഓഫീസിൽ വെക്കുക, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു ചായ കുടിക്കാനിരിക്കുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അതിനോട് കുറച്ചുകൂടി അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടാവും. എൻ്റെ സജഷനാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ, നമുക്കിപ്പോൾ ബർത്ത്ഡേ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും നല്ല പെർഫെക്റ്റ് ഓപ്ഷനാണ് ഒരു ടെറേറിയം. അത് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് വേറെ ലെവലാട്ടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കയ്യിൽ നിന്ന് ടെറേറിയംസ് ഇതുപോലെ ടെറേറിയംസ് ഓൾറെഡി നമ്മൾ ഒബ്സർവേഷനൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ച ടെറേറിയംസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കൂടാതെ ഞാൻ എൻ്റെ ഒരു 1 ഇയർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ള മുമ്പ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ള ടെറേറിയം ആണ് ഇത്. ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലെ അനൂപ്യാസൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ എൻ്റെ ഫേവറേറ്റ് ടെറേറിയം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം നമ്മളെ സ്പ്രിംഗ് ടൈൽസ് ഒക്കെ ഓടി നടക്കുന്നതും, അതുപോലെ ഈ അനൂബിയാസിൻ്റെ ഒക്കെ ഗ്രോത്ത് ഇതിനടിയിലേക്ക് വേരൊക്കെ താഴേക്ക് എത്തി നല്ല സെറ്റായിട്ട് കിട്ടുക. ഇതിനകത്ത് ഒരു വലിയൊരു ഡ്രിഫ്റ്റ് വുഡാണ് വെച്ചിട്ടുള്ളത്. ഈ ഡ്രിഫ്റ്റ് വുഡിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ബാക്കിയുള്ള പ്ലാന്റ്സ് ഒക്കെ വളരുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഫുള്ളി ക്ലോസ്ഡ് ആണ്. ഇത് ഞാൻ എന്നും ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്ന ഒരു ടെറേറിയം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം ഇനിയും നിങ്ങൾക്ക് നമ്മളുടെ കിറ്റ് വാങ്ങിച്ച് ടെറേറിയം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ജസ്റ്റ് കിറ്റ് എന്നൊരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി കേട്ടോ. വാങ്ങിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടോ എങ്ങനെയാണ് കിറ്റ് വാങ്ങിച്ച് ടെറേറിയം ഉണ്ടാകുന്നത് അറിയാൻ താല്പര്യമുള്ളവർക്ക് പോലും മെസ്സേജ് ഇടാം. യാതൊരു പ്രശ്നമില്ല. നമ്മളെ ആഗ്രഹം ഈ ടെറേറിയം ചെയ്യുന്നവർ കുറേ തെറ്റിദ്ധാരണകളുണ്ട് കേട്ടോ. എന്തോ ഒക്കെ സംഭവങ്ങൾ ഇട്ടിട്ട് ഒരു പ്ലാന്റ് വെച്ചിട്ട് ടേബിളിൻ്റെ മേലെ വെക്കുന്ന ടെറേറിയം, കുറേ ഈ എന്താ പറയുക ഓർണമെന്റൽ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള സംഭവം ടെറേറിയം ഒക്കെയുള്ള ധാരണകളുണ്ട് കേട്ടോ. അതൊന്നല്ല. ടെറേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എസെൻഷ്യലായിട്ട് വേണ്ട സംഭവങ്ങൾ, അത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട ന്യൂട്രിയൻസ് സംഭവങ്ങളൊക്കെ എന്തായിരിക്കണം, ഏറ്റവും ക്വാളിറ്റിയുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് ചെയ്താൽ മാത്രമേ ടെറേറിയം സക്സസ് ആവുള്ളൂ. പിന്നെ അതിൽ സ്പ്രിംഗ് ടൈൽസും സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്തെടുക്കുമ്പോൾ പക്കായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും സക്സസ്ഫുൾ ആയിട്ട് ടെറേറിയം ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കിറ്റ് എന്നൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ടെറേറിയം കിറ്റിൻ്റെ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.